നമസ്കാരം. ഗൗളിയെയും പാമ്പിനെയും പുരാണത്തിൽ ശ്രേഷ്ഠമായി തന്നെ കണക്കാക്കുന്നതാണ്. എന്നാൽ ഗൗളിയുടെ മുട്ട പൊട്ടിച്ചാൽ പോലും ദോഷങ്ങൾ വരുന്നതായി കാണപ്പെടുന്നതാകുന്നു. മഹാലക്ഷ്മി ദേവി നൽകുന്ന ചില സൂചനകൾ പല്ലിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതാണ്. അതിൽ ശുഭകരമായ ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. വലത് കവിളിൽ പതിച്ചാൽ വൈധവ്യവും ഇടത് കവിളിൽ സ്പർശിച്ചാൽ ഇഷ്ടജന സമാഗമവും സ്ത്രീയുടെ വലത് ചെവിയിൽ സ്പർശിച്ചാൽ ദീർഘായുസ്സുമാണ് ഫലമായി വന്നു ചേരുക. ഇടത് ചെവിയിൽ സ്വർണലാഭമാണ് വന്നു ചേരുക. ധനലാഭം പോലും വന്നു ചേരാം. മൂക്കിലാണ് ഇവ സ്പർശിച്ചത് എങ്കിൽ നിത്യരോഗിയാകുവാനുള്ള സാധ്യതകളുണ്ട്. അഥവാ അത്തരം ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മേൽചുണ്ടിൽ സ്പർശിക്കുകയാണ് എങ്കിൽ കലഹവും കീഴ്ചുണ്ടിലേത് ഐശ്വര്യവും, രണ്ടു ചുണ്ടിലും ഒരുമിച്ചാണ് സ്പർശിക്കുന്നത് എങ്കിൽ നാശവുമാണ് ഫലം. രണ്ട് കക്ഷത്തിൽ ഏതിൽ പതിച്ചാലും ധനസ്ഥിതി നല്ലതായി തന്നെ വരും എന്നാണ് പറയുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. വാരിയെല്ലിന്റെ ഭാഗത്താണ് എങ്കിൽ ബന്ധു സമാഗമവും, രണ്ട് തോളിൽ വീണാൽ ഭർത്തൃസുഖവും, സുഖാനുഭവങ്ങൾ കൂടാതെ സ്ഥലങ്ങളിൽ പതിക്കുകയാണ് എങ്കിൽ ദുഃഖങ്ങൾ, കന്യകയുടെ വയറിൽ ഗൗളി പതിച്ചാൽ വിവാഹം നടക്കും എന്നാണ് പരാമർശിക്കുന്നത്. സ്ത്രീകളുടെ നഖത്തിൽ ഗൗളി പതിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും എന്നാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുക. കൈയുടെ പുറത്ത് വിരലിൽ വീഴുന്നത് ആഭരണ ലാഭത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. നാഭിയിലാണ് എങ്കിൽ സാമ്പത്തിക വർധനവും, ഗൃഹസ്ഥാനത്ത് വീഴുന്നത് പതനവും മരണതുല്യവുമാകുന്നു. കാൽമുട്ടിലെ പതനമാണ് എങ്കിൽ ബന്ധനത്തെയോ വ്യവഹാരങ്ങളെയോ സൂചിപ്പിക്കുന്നതാകുന്നു. കാൽവിരലിൽ ഗൗളി സ്പർശം ഉണ്ടായാൽ സന്താന ലാഭവും ധനലാഭവും വന്നു ചേരും എന്നാണ് പറയുക. കാൽനഖത്തിലെ പതനം ധനാഗമത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. എന്നാൽ വലിയ ദോഷമായി തന്നെ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. കതകിനിടയിൽ ചതഞ്ഞ് മരിച്ച ഗൗളിയുടെ ജഡം കാണുകയാണ് എങ്കിൽ, അല്ലാതെ മരിച്ചു കിടക്കുന്നതായി കാണുകയാണ് എങ്കിലും വലിയ ദോഷം തന്നെയാണ്. ശവം കണ്ടയാൾ വീട്ടിലെ മറ്റുള്ളവരെ വിളിച്ച് ഒരിക്കലും കാണിക്കുവാൻ പാടുള്ളതല്ല. താങ്കളുടെ മരണം ഗൗളി ഏറ്റെടുക്കുകയും അവ മരിക്കുകയും ചെയ്തു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിന് പരിഹാരമായി ധർമ്മദേവതയെയും അഥവാ കുടുംബ പരദേവത, നവഗ്രഹങ്ങളിൽ പ്രാർത്ഥനയും ദോഷപരിഹാരവും നടത്തി മുന്നോട്ടു പോകണം എന്നാണ് പരാമർശിക്കുക. വരാൻ പോകുന്ന ചിലതിൻ്റെ സൂചനകൾ മാത്രമാണ് ഇത്. സംസാരിക്കുന്നതിനിടയിൽ ഗൗളി ഉച്ചത്തിൽ ശബ്ദിച്ചാൽ അത് സത്യമായി മാറും, അഥവാ അത് സത്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കിടക്കയിൽ കിടക്കുമ്പോൾ ഗൗളി വീഴുകയാണ് എങ്കിൽ കഠിനമായ ദുഃഖങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരാം. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്ന് പോകേണ്ടതായി വരാം എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഇരിപ്പിടത്തിലേക്കാണ് ഗൗളി വീണത് എങ്കിൽ സൗഖ്യവും ദുഃഖവും സമമായി സംഭവിക്കുന്നു എന്നർത്ഥമാക്കാം. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഭക്ഷണം വയ്ക്കുമ്പോൾ അഗ്നിയിൽ ഇവ വീണാൽ ഇണയുടെ നാശമാണ് ഫലം. രണ്ട് ഗൗളികൾ ഒരുമിച്ച് വീണ് അഥവാ രണ്ട് ഗൗളികളും ഒരുമിച്ചാണ് വീഴുന്നത് എങ്കിൽ കലഹിച്ചാൽ ദുഃഖവും സർവനാശവും, ഭവനത്തിലുള്ളവർ തമ്മിൽ പരസ്പര കലഹവുമാണ് ഫലം എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ ഗൗളി വീണ് വിളക്കണഞ്ഞാൽ ഗൃഹത്തിലുള്ളവർക്ക് നാശം അല്ലെങ്കിൽ പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്നർത്ഥമാക്കാം. പുതുവസ്ത്രത്തിൽ ഗൗളി പതിച്ചാൽ മാനഹാനിയും, ആയുധത്തിൽ വീണാൽ കലഹവും, കേസുകളിൽ അല്ലെങ്കിൽ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരാം. യാത്ര ചെയ്യുന്ന സമയം വാഹനത്തിൽ ഇവ വീഴുകയാണ് എങ്കിൽ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ശബ്ദങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ശബ്ദം മരണവാർത്തയും, പടിഞ്ഞാറ് ഭാഗത്തെ ശബ്ദം ആഗ്രഹ നിവൃത്തിയെയും, വടക്ക് ഭാഗത്തെ ശബ്ദം പരിചാരകർക്ക് അഗ്നിഭയത്തെയും, തലയ്ക്ക് മുകളിൽ ശബ്ദം യാത്രകൾ വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കും.
ആ യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കില്ല എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ഭൂമിയിലിരുന്ന് ഗൗളി ശബ്ദിച്ചാൽ കേൾക്കുന്നവർക്ക് വിവാഹസുഖം അഥവാ വിവാഹ കാര്യങ്ങൾ അനുകൂലമാകാം. സന്തോഷ വാർത്തയോ മറ്റോ ശുഭകാര്യങ്ങളോ സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. ബുധനാഴ്ചയാണ് എങ്കിൽ കിഴക്ക് ഭാഗത്തും വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും തെക്ക് നിന്നും ഗൗളി ശബ്ദം ഉണ്ടാക്കുകയാണ് എങ്കിൽ ധനലാഭവും ഐശ്വര്യവും വർധനവുമാണ് ഫലമായി വന്നു ചേരുക. വടക്ക് കിഴക്ക് ഭാഗത്ത് ഗൗളി ശബ്ദം വാഹനം സമ്മാനമായി ലഭിക്കുന്നതിന്റെ സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കും. തലയ്ക്ക് മീതെ ഇരുന്ന് ഗൗളി ശബ്ദം കേട്ടാൽ, അതായത് തലയ്ക്ക് മീതെ ഇരുന്ന് ഗൗളിയുടെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ മരണവാർത്തയാണ് കേൾക്കാൻ പോകുന്നത് എന്ന് അർത്ഥമാക്കാം. ഭൂമിയിലെ ഗൗളി ശബ്ദം വിരുന്നുകാരുടെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. വ്യാഴമാണ് എങ്കിൽ കിഴക്ക് ഭാഗത്തെ ശബ്ദം മരണവാർത്തയും തെക്ക് കിഴക്ക് ഭാഗത്തെ ശബ്ദം സന്തോഷ വാർത്തയും പടിഞ്ഞാറ് ഭാഗത്തെ ഗൗളി ശബ്ദം കുടുംബ കലഹത്തെയും വടക്ക് ഭാഗത്തെ ശബ്ദം ബന്ധുജനങ്ങളുടെ വരവ് വടക്കും വടക്ക് കിഴക്ക് ഭാഗത്തും വിഷഭയമോ ആയുധമുറിവോ ഫലമായി വന്ന് ചേരാൻ പോകുന്നതിന്റെ സൂചനയായും പരാമർശിക്കാം. തറയിലിരുന്ന് ശബ്ദിച്ചാൽ കുടുംബകലഹം ഉണ്ടാകുകയും തലയ്ക്ക് മുകളിലെ ശബ്ദം കള്ളന്മാരുടെ വരവിനെ സൂചിപ്പിക്കുന്നതുമാണ്. വെള്ളിയാഴ്ചയാണ് എങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് എന്നീ ഭാഗത്തെ ശബ്ദം സന്തോഷവാർത്തയെയും തെക്കും തെക്ക് പടിഞ്ഞാറും ആഭരണം പുതിയ വസ്ത്രം എന്നിവയുടെ ലഭ്യതയെയും സൂചിപ്പിക്കുന്നതാകുന്നു. തലയ്ക്ക് മുകളിലെ ശബ്ദം കീർത്തിയെയും ധനലാഭത്തെയും ഭൂമിയിലെ ശബ്ദം മരണവാർത്തകൾ കേൾക്കാൻ ഇടവരുന്നതിനെയും സൂചിപ്പിക്കുന്നതാകുന്നു. ശനിയാഴ്ചയാണ് എങ്കിൽ കിഴക്കും തെക്ക് കിഴക്കും തെക്ക് വടക്കും ഭാഗങ്ങളിലെ ശബ്ദം കലഹം ധനനഷ്ടം ജനങ്ങളുടെ കലഹം പടിഞ്ഞാറ് ഭാഗത്തെ ശബ്ദം പുതുവസ്ത്ര ലാഭത്തെ കാണിക്കുന്നതുമാണ്. വടക്ക് പടിഞ്ഞാറ് അതിഥികൾ വരുന്നതിന്റെ സൂചനയാകുന്നു. തലയ്ക്ക് മുകളിലെ ഗൗളി ശബ്ദം ഇഷ്ടകാര്യ ലഭ്യതയെ സൂചിപ്പിക്കുന്നതാകുന്നു. ഭൂമിയിലാണ് എങ്കിൽ ഇഷ്ടകാര്യസിദ്ധി തടസ്സം കൂടാതെ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. നിത്യവും പല്ലിയെ കാണുന്ന വീടുകളിൽ ഇത്തരം വ്യക്തികൾ ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം. നിമിത്ത ശാസ്ത്രത്തിൽ ഇത്തരത്തിലാണ് പരാമർശിച്ചിട്ടുള്ളത്. ആഡംബരത്തെക്കാൾ ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാകും ഇവർ. ചെറിയ ആഗ്രഹങ്ങൾ എപ്പോഴും ജീവിതത്തിൽ വച്ച് പുലർത്തുന്നവരാകുന്നു. അതിനാൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ചെറിയ നേട്ടങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത്തരത്തിൽ കടന്നു വരുന്നതായ ആ ചെറിയ നേട്ടങ്ങളിൽ പോലും വളരെയധികം സന്തോഷിക്കുന്നവരായി ഇവർ മാറുന്നവരാകുന്നു. പൊതുവെ പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നവരും ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ വിജയങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നവരാണ് ഇവർ. ഈശ്വരാധീനം ഈശ്വര കടാക്ഷം ഉള്ളവരാണ് എന്നും ഇവരെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. തൻ്റെ കഠിനാധ്വാനത്താൽ മാത്രം മുന്നേറുന്നവരും മുന്നേറി വിജയങ്ങൾ നേടുന്നവരുമാണ് ഇവർ എന്ന് തന്നെ പരാമർശിക്കാം. മുൻകൂട്ടി കാര്യങ്ങളെ കാണുവാൻ സാധിക്കുന്നവരാണ്. ഇവർ പറയുന്നതായ കാര്യങ്ങൾ സത്യമായി ഫലിക്കും. അഥവാ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. മറ്റുള്ളവരെ സഹായിക്കാൻ ആദ്യം ഇറങ്ങുന്നവരാണ് ഇവർ. കാരണം നല്ല മനസ്സിന് ഉടമകളാണ്. അതിനാൽ തന്നെ മറ്റുള്ളവരെ അവരെ കൊണ്ട് സാധിക്കും വിധം സഹായങ്ങൾ ചെയ്ത് നൽകുന്നവരാണ് എന്നുകൂടി പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ അനീതി കണ്ട് നിൽക്കുവാൻ സാധിക്കാത്തവരാണ് ഇവർ. തീർച്ചയായും പ്രതികരിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ അല്പം ഒഴിവാക്കുന്നതാണ് ശുഭകരം. അതല്ല എങ്കിൽ ബന്ധങ്ങളിൽ പോലും നഷ്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ ഒരുപാട് ഗൗളിയെ വീടുകളിൽ എപ്പോഴും കാണുകയാണ് എങ്കിൽ, നിത്യവും നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല്ലി നിങ്ങളുടെ ദേഹത്ത് വീഴുകയാണ് എങ്കിൽ തീർച്ചയായും മഹാമൃത്യുഞ്ജയ മന്ത്രം 108 ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കാരണം വന്നു ചേരുന്നതായ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും.